ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് കാനഡ. എന്നാൽ ഇനി കാനഡയിൽ പോയി പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിന് കുറച്ചു മങ്ങലേൽക്കും. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവുമായി കനേഡിയൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് 35% വെട്ടിക്കുറയ്ക്കാനാണ് ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ തീരുമാനം. രാജ്യത്തുള്ള താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാനഡയുടെ ഇപ്പോഴത്തെ നീക്കം. വിദേശ തൊഴിലാളികൾക്കുള്ള നിയമങ്ങളിലും ഭേദഗതി വരുത്തിയേക്കുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്. കനേഡിയൻ സർക്കാരിന്റെ പുതിയ തീരുമാനം ഇന്ത്യക്കാരുൾപ്പെടെയുള്ള രാജ്യക്കാർക്ക് തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും വർഷം തോറും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി കാനഡയിൽ എത്തുന്നത്. കുടിയേറ്റം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ഇമിഗ്രേഷൻ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നവരും ഏറെയാണെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 5,09,390 പേർക്കാണ് 2023 കനേഡിയൻ സർക്കാർ ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് നൽകിയത്. 2024 ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഇത് 1,75,920 ആണ്. 2025 4,37,000 പെർമിറ്റുകളിലേക്ക് ക്രമീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിലവിൽ വിദേശികൾക്ക് പങ്കാളികളെ കൊണ്ടുവരാനുള്ള നിയമമുണ്ട്. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ഇതിലും വ്യത്യാസമുണ്ടാകും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട രാജ്യമാണ് കാനഡ. കഴിഞ്ഞ മാസം ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 13.35 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി പോയത്. ഇതിൽ 4.27 ലക്ഷം വിദ്യാർത്ഥികളും കാനഡയിലാണ്. നേരത്തെ മറ്റ് പല രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ട്രൂഡോ സർക്കാരിന് അഭിപ്രായ സർവേകളിൽ പിൻബലം കുറഞ്ഞതും അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുമാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്താനുള്ള കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. 2025 ഒക്ടോബറിലാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. കാനഡ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാണ് വിദേശത്തു നിന്നും പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന ആളുകളുടെ പ്രശ്നം. 2025 ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് 4,37,000 കുറയ്ക്കാനാണ് കാനഡ ഒരുങ്ങുന്നത്. എമിഗ്രേഷൻ വകുപ്പിലെ വിവരങ്ങൾ പ്രകാരം 2024 ഇതുവരെ 1,75,920 പെർമിറ്റുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ 5% കാനഡ സർക്കാർ നിജപ്പെടുത്തിയിരുന്നു. 6.8% ഉണ്ടായിരുന്നതാണ് 5%ലേക്ക് താഴ്ത്തിയത്. കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചെലവ് കുറഞ്ഞ വീടുകളിൽ ഉൾപ്പെടെ കാനഡയിൽ ലഭ്യത കുറവുണ്ടായി. 2025 സ്റ്റഡി പെർമിറ്റ് 10% കൂടി കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.